ടർക്കിയിലെ അങ്കാര എന്ന സ്ഥലത്ത് കൗതുകമുണർത്തുന്ന ഒരുതരം ലൈബ്രറി ഉണ്ട്. ദ ലൈബ്രറി ഓഫ് ദ ഫോർസേക്കൺ ബുക്സ്, അതായത് ഉപേക്ഷിക്കപ്പെട്ട പുസ്തകങ്ങൾ സമാഹരിച്ചിരിക്കുന്ന ഒരു ലൈബ്രറി. ഈ ശുചീകരണ തൊഴിലാളികൾ ഒരു കൂട്ടം പുസ്തകങ്ങൾ തെരുവോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവർക്കത് ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. അവർ അതെടുത്ത് ആ പുസ്തകങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു ഫാക്ടറിയിൽ അടുക്കടുക്കായി വെച്ചു. പതുക്കെ പതുക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ പുറത്തു വന്നു. അവരവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനശ്രദ്ധ നേടിയെടുക്കുന്ന വിധത്തിലുള്ള ഒരു ലൈബ്രറി ആയിട്ട് അത് മാറി. തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ ഇവിടെ പുസ്തകം വായിക്കാൻ വന്നു തുടങ്ങി. അതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. ദ ലൈബ്രറി ഓഫ് ദ ഫോർസേക്കൺ ബുക്സ്. ഇത് ശരിക്കും ധ്യാന വിഷയമാക്കാവുന്നൊരു പ്രതീകമാണ്. നമ്മളൊക്കെ ചില നേരങ്ങളിൽ നമുക്കകത്തുള്ള പുസ്തകങ്ങളൊക്കെ പുറത്തേക്ക് എറിഞ്ഞിക്കളയുന്ന ഒരിനം കറുത്തിരണ്ട ലൈബ്രറിയായി മാറാറുണ്ട്. അതായത് ഓരോരോ പുസ്തകങ്ങളായിട്ട് നമ്മൾ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ധ്യാന ചിന്ത, എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര പേരെയാണ് ഞാൻ പുറത്തേക്ക് എറിഞ്ഞു കളയുക? എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ നെഞ്ചോട് ഒരു കാലത്ത് ചേർന്ന് നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ മഴയത്ത്, വെയിലത്ത്, മഞ്ഞത്ത് എൻ്റെ കാരുണ്യം കാത്ത് പഠിപ്പുരൊക്കെ വെളിയിൽ നിൽക്കുകയാണ്. അത് ഞാൻ അറിയുന്നുണ്ടാവും. പണ്ടത്തെ ഒരു വിശുദ്ധൻ ധ്യാനിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഹൗ മെനി ഇൻ, ഹൗ മെനി ഔട്ട്. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എത്ര പേര് അകത്തുണ്ട്, എത്ര പേരെ ഞാൻ പുറത്താക്കി? എന്നെ കേൾക്കുന്ന ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. ഈ ജീവിതയാത്രയ്ക്കിടയിൽ എത്ര പേരെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു, എത്ര പേരെ അകത്തേക്ക് സ്വീകരിച്ചു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മീനിങ് ഫുള്ളായി മാറും. ഇനി 2, നമ്മുടെ കൾച്ചർ എങ്ങനെയുള്ള കൾച്ചറാണ്? പ്രമുഖനായ ഒരു എഴുത്തുകാരൻ പറയുക, ത്രോ എവേ കൾച്ചർ ആൻഡ് ത്രോ എവേ സൊസൈറ്റി ആണ് എന്നുള്ളത്. അതായത് യൂസ് ഫോർ വൺ ടൈം ആൻഡ് ദെൻ ത്രോ. ഒരു തവണ ഉപയോഗിച്ചിട്ട് നമ്മൾ എറിഞ്ഞു കളയുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എല്ലാം വൺ ടൈം യൂസാണ്. ബന്ധങ്ങളും അങ്ങനെയൊക്കെ തന്നെയായി മാറിയിട്ടുണ്ട്. ത്രോ എവേ കൾച്ചർ നമുക്കുണ്ട്. നമുക്കൊന്നിനോടും പെർമനൻ്റായ സ്നേഹമൊന്നുമില്ല. എല്ലാത്തിനോടും താൽക്കാലികമായ ഭ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ യൂസിന് വേണ്ടി ഭ്രമം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആളുകളെ എൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. എൻ്റെ ഭ്രമം തീരുമ്പോൾ, യൂസ് ഇല്ലാതാവുമ്പോൾ ഞാൻ പിന്നെ യൂസ്ലെസ്സായി കണ്ട ആ വ്യക്തിയെ പുറത്തേക്ക് എറിഞ്ഞു കളയുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത്രോ എവേ കൾച്ചർ എൻ്റെ ഉള്ളിലുണ്ട്. ത്രോ എവേ സൊസൈറ്റിയുടെ ഭാഗമായി ഞാൻ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്വയം ചോദിക്കുക, ഒരു ത്രോ എവേ കൾച്ചർ നിങ്ങൾ അറിയാതെ നെഞ്ചോട് ചേർക്കുന്നുണ്ടോ? അടുത്ത ഒരു ധ്യാന വിഷയം, നമ്മൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവരാണ് പലപ്പോഴും, അല്ലേ? നമ്മളെല്ലാവരും തന്നെ ചില നേരങ്ങളിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആരാണ് ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒറ്റപ്പെട്ട അനുഭവം സ്വീകരിക്കാത്തവരായിട്ടുള്ളത്? എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. സോ വെൻ യു ആർ ഇൻ ദ സ്റ്റാർക്ക് നേക്കഡ്നെസ് ഓഫ് അട്ടർ ഹെൽപ്ലെസ്നെസ് ആൻഡ് വെൻ യു ആർ ഓൾ ലോൺലി, വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്? അത് ഒരു ധ്യാനമാക്കി മാറ്റാം. തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഞാനെന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നാമതായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, സ്വയം നഷ്ടപ്പെടുത്താതിരിക്കുക. ആരൊക്കെയും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. ടി.എസ്. എലിയറ്റ് ഒരു വൃദ്ധ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകം മുഴുവൻ ഉപേക്ഷിച്ചിട്ടും ആ ലോകത്തെ ഉപേക്ഷിക്കാത്ത ഈ മനുഷ്യൻ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ലോകം മുഴുവൻ അയാൾ ഉപേക്ഷിച്ചിട്ടും ആ ലോകത്തെ ഉപേക്ഷിക്കാതെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്നെ വല്ലാതെ അമ്പരപ്പെടുത്തുന്നു. വാസ്തുഹാര എന്നൊരു നോവലുണ്ട്. അത് അരവിന്ദൻ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് വന്ന അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഇടത്തിനിട്ട പേര് പെർമനൻ്റ് ലയബിലിറ്റി ക്യാമ്പ് എന്നാണ്. എന്തൊരു വൃത്തികെട്ട പദപ്രയോഗമാണ് അതെന്ന് ഓർക്കുക. അതായത് സ്ഥിരം ബാധ്യതയായി മാറിയവരുടെ ക്യാമ്പ്, പെർമനൻ്റ് ലയബിലിറ്റി ക്യാമ്പ്. അപ്പോൾ ഇവിടെ തീർത്തും പരിത്യക്തരാക്കി മാറ്റപ്പെട്ട ആളുകളുടെ പേരാണ് വാസ്തുഹാര.
അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും വരും. അങ്ങനെ തീർത്തും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ കൂടി നിങ്ങളെ ഉപേക്ഷിച്ച് കളയരുത്. നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അത് തന്നെയാണ്. നമ്മളെ തന്നെ ഉപേക്ഷിച്ച് കളയും. അങ്ങനെ ഉപേക്ഷിക്കുവാനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കവിതയിൽ വരി പറയുന്നത് പോലെ ഐ ആം, ഐ ക്യാൻ, ഐ വിൽ ആൻഡ് ഐ ഡു. ഇതൊരു ആവർത്തിക്കാവുന്ന പദ സമുച്ചയമാണ്. ഐ ആം, ഐ ക്യാൻ, ഐ വിൽ, ഐ ഡു. ഞാൻ ഒറ്റപ്പെടുത്തി കളയില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. പക്ഷെ അപ്പോഴും ഞാൻ എന്നെ തന്നെ ഒറ്റപ്പെടുത്തി കളയില്ല, ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ച് കളയില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞ വാചകം, എൻ്റെ വീട്ടിൽ ഞാനൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമ്മോഡിറ്റിയാണ്, ഞാനും എൻ്റെ ഭാര്യയും. ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമ്മോഡിറ്റി എന്ന പദപ്രയോഗത്തിന് എന്തൊരു പൊള്ളലാണ്. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, മക്കൾ എപ്പോൾ വേണമെങ്കിലും അയാളെ പുറത്തേക്ക് എറിയാം. അങ്ങനെ പുറത്തേക്ക് എറിയപ്പെട്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു മനുഷ്യൻ തന്നെ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. 2, സ്വയം ഉയർത്തെഴുന്നേൽക്കുക. ഈ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ആന്തരിക പ്രക്രിയയാണ്. ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് സ്വയം അങ്ങ് ഉയർത്തെഴുന്നേൽക്കണം. വിൻസെൻ്റ് വാൻ ഗോഗ് അദ്ദേഹത്തിൻ്റെ കടുത്ത ഡിപ്രഷൻ്റെ കാലത്തിന് ശേഷം ഇങ്ങനെ എഴുതി, ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ് ഐ ഷാൽ അറൈസ് സം ഡേ, ഐ ഷാൽ അറൈസ് അഗെയിൻ. കാരണം ഇത്രയും നാളും ഞാൻ എൻ്റെ ചില ദുരന്തങ്ങൾ നിമിത്തം എന്നെ തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഇനി എന്നെ തന്നെ ഉയർത്തിയെടുക്കും. എന്നിട്ട് ഞാൻ വീണ്ടും ചിത്രരചന ആരംഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഐ ഷാൽ അറൈസ് അഗെയിൻ എന്ന് നമ്മളോട് തന്നെ പറയണം. വീണുപോയി, ആരാണ് വീഴാത്തത്? വീണുടഞ്ഞു പോയി. ഉടയപ്പെടാത്ത ഏത് ജീവിതമാണുള്ളത്? വീണാലും വീണുടഞ്ഞു പോയാലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തി എടുക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്നിട്ട് ആ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് നൽകുക. സുന്ദരമായ നോവലിൽ മകൾ അമ്മയോട് പറയുന്നുണ്ട്, ലൈഫ് ഈസ് ക്വൈറ്റ് ടഫ് ഡാർലിങ്, ബട്ട് സോ യു ആർ. നീയും ടഫ് തന്നെയാണ്, ലൈഫ് ടഫാണ്, എല്ലാവരുടെയും ജീവിതം ടഫാണ്. അപ്പോഴും നിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, നീ അതിനേക്കാൾ ടഫാണ്. നിനക്ക് ടഫായ ജീവിതത്തെ ടഫായിട്ട് തന്നെ നേരിടാൻ പറ്റും, എന്നിട്ട് വിക്ടോറിയസ് ആകാൻ പറ്റും. ഇങ്ങനെ പറയുന്ന ഈ ഒരു മാതൃഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. വീണിടക്കുന്ന കുഞ്ഞിനെ എടുത്തുയർത്തുന്ന പിതൃഭാവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ മാതൃഭാവങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സങ്കീർത്തനം പോലെയാക്കി മാറ്റുക. അത് സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. സാധിക്കും, സാധിക്കേണ്ടതാണല്ലോ. അങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നൽകുക. 3ാമതായിട്ട് സ്വയം കരുത്ത് പകരുക. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ കരുത്തിൻ്റെ ദുർഘമായിട്ട് നിങ്ങളെ തന്നെ മാറ്റുന്നില്ലെങ്കിൽ പുറത്തു നിന്ന് എത്ര കരുത്തന്മാർ വന്ന് നിങ്ങൾക്ക് ഇൻസ്പിറേഷണൽ ടോക്ക് തന്നാലും, നിങ്ങൾ ഏത് മോട്ടിവേഷൻ വീഡിയോ കണ്ടാലും നിങ്ങളുടെ ഉള്ളിൽ കരുത്ത് വരില്ല. നിങ്ങളുടെ ഉള്ളിൽ കരുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ കരുത്ത് നിങ്ങൾ കണ്ടെത്തണം. ഈ ടോക്കുകളൊക്കെ കരുത്ത് കണ്ടെത്താനുള്ള ദിശാബോധികൾ, വഴികാട്ടികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഒരു സുന്ദരമായ നാടകത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധൻ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അയാൾ കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഐ വിൽ നോട്ട് ഫോർസേക്ക് യു സാം. അയാളുടെ പേര് സാം എന്നാണ്. സാം, ഐ വിൽ നോട്ട് ഫോർസേക്ക് യു ബിക്കോസ് യുവർ ഗാഡ് ഡസ് നോട്ട് ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല സാമേ, കാരണം നിൻ്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മളോട് തന്നെ പറയുക. ഓക്കെ, കരുത്തിത്തിരി ചോർന്നു പോയി, എന്നാലും കരുത്തുണ്ട്. സൗന്ദര്യം ഇത്തിരി കൊഴിഞ്ഞു പോയി, എന്നാലും അകത്തൊരു സൗന്ദര്യത്തിൻ്റെ സാധ്യതയുണ്ട്. സാധ്യതകൾ ഒരുപാട് കൊഴിഞ്ഞു പോയി, എന്നാലും നിങ്ങൾ ബാധ്യതയായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അകന്നു പോയി, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായി മാറാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് പറയരുത്. എല്ലാം തീർന്നിടത്ത് തന്നെയാവാം ഒരുപക്ഷെ എല്ലാം തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളെ തന്നെ കരുത്ത് പകർന്ന് നയിക്കുക. അവസാനമായിട്ട്, നിങ്ങൾക്കെല്ലാം തീർന്നുവെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളെ കൈവിടാത്ത
ദൈവത്തിൻ്റെ കാരുണ്യം ദർശിക്കുക. നിങ്ങൾ കൈവിട്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കാരുണ്യം ദർശിക്കുക. ഒരു പുരോഹിതൻ ആന്തരിക സംഘർഷം കടുകടുത്ത് കഴിഞ്ഞപ്പോൾ പൗരോഹിത്യം തന്നെ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. നല്ലവനാണ്. പക്ഷേ ഈ വലിയ ദുരന്താനുഭവങ്ങളിലൂടെ കടന്നു പോയത് നിമിത്തം എങ്ങനെയെങ്കിലൊക്കെ എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടണം. ഒരുതരം എസ്കേപ്പിസ്റ്റ് മൈൻഡ് വരുന്നു. അയാളുടെ പുസ്തകങ്ങളെല്ലാം അടക്കി വെക്കുകയാണ് ഒരു ലഗേജിലാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഡയറി താഴേക്ക് വീണു. അയാൾ സെമിനാരിയിൽ ചേർന്ന ആദ്യ വർഷത്തിലെ ആദ്യത്തെ വാർഷിക ധ്യാനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണത്. ആ വാർഷിക ധ്യാനം നടന്ന ദിവസം അയാൾ എഴുതിയിരിക്കുന്നു, ഐ വിൽ നെവർ എവർ ഗിവ് യു അപ്പ് ജീസസ്. ജീസസ് നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. അത് വായിച്ചപ്പോൾ അയാൾക്ക് കരച്ചിൽ വന്നു. അയാൾ ഒന്നുകൂടി വായിച്ചു, ഐ വിൽ നെവർ എവർ ഗിവ് യു അപ്പ് ജീസസ്. നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. അയാൾ ചിന്തിച്ചു, ഞാൻ എന്തിനാണ് പൗരോഹിത്യം ഉപേക്ഷിക്കുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ ഈശോയെ ഉപേക്ഷിക്കുന്നത്? ഞാൻ എന്തിനാണ് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്നത്? അയാൾ പള്ളിയിലേക്ക് പോയി ഹോസേയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വരികളെടുത്ത് വായിച്ചു. ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാനാണ്? ഞാനാണ് നിന്നെ നടക്കാൻ പഠിപ്പിച്ചത്, ഞാനാണ് നിന്നെ വഴി നടത്തിയത്. ഞാൻ എൻ്റെ കുഞ്ഞെ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? തന്നെ ഉപേക്ഷിക്കാതെ ദൈവത്തെ താനെങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്ന് അയാൾ സ്വയം ചോദിച്ചു. ജീവിതത്തിലേക്ക് മടക്കയാത്ര നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹോസേയ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതുപോലെ ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? സങ്കീർത്തകൻ പറയുന്നുണ്ട്, കഷ്ടകാലത്ത് ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. ഐസയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പ്രവാചകൻ സംസാരിക്കുന്നുണ്ട്, ഒരിക്കലും ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഇനിയും നിങ്ങളെ കൈവിട്ട് കളയുകയില്ല. ദൈവം കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം ഓക്കെയാണ്. ദൈവം കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരും കൈവിട്ട് കളഞ്ഞു, പക്ഷേ ദൈവം അവിടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കൈ പിടിച്ച് വിശാല ലോകത്തിലേക്ക് വഴി നടത്തുവാൻ വേണ്ടി. പണ്ടത്തെ സുന്ദരമായ ആ ചെറു കവിതയുണ്ടല്ലോ, ദ ടച്ച് ഓഫ് ദ മാസ്റ്റേഴ്സ് ഹാൻഡ്, മാസ്റ്ററുടെ കരസ്പർശത്തെക്കുറിച്ചുള്ള കവിതയാണ്. വില കൂടിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലേലത്തിൽ വിൽക്കുന്ന കട, ഒരു പഴയ വയലിൻ ആർക്കും വേണ്ട, അത് ലാസ്റ്റ് ഓപ്ഷനായിട്ട് ആരും മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉടമ അത് ലേലം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആർക്കും വേണ്ട. $3 അയാൾ കെഞ്ചി അപേക്ഷിച്ചിട്ടും ആർക്കും വേണ്ട. പെട്ടെന്ന് ഒരു വൃദ്ധന് അതിലൂടെ വന്നു. അയാൾ മാസ്റ്ററാണ്. അയാൾ വയലിനെടുത്തു പൊടി തുടച്ചു മാറ്റി തന്ത്രികളൊക്കെ ഒന്ന് ശരിയാക്കി, എന്നിട്ട് വയലിൻ മീട്ടി തുടങ്ങി. എന്തൊരു സുന്ദരമായ സ്വർഗീയ ഗാനം! കേട്ടവർക്കൊക്കെ ആ വയലിൻ പിന്നെ വേണം. $3 വിറ്റഴിക്കാതെ പോയ സാധനം ഇപ്പോൾ $3000 കഴിഞ്ഞിട്ടും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആരും അത്ഭുതപ്പെട്ട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? മറ്റൊരാൾ പറഞ്ഞു, ദ ടച്ച് ഓഫ് ദ മാസ്റ്റേഴ്സ് ഹാൻഡ് മേക്സ് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഒരു മാസ്റ്ററുടെ കരസ്പർശം അതിനെ സുന്ദരമാക്കി വർത്തിയാക്കി മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും പൊയ്ക്കൊള്ളട്ടെ, എല്ലാം നിലത്തേക്ക് വീണടിഞ്ഞു പൊയ്ക്കൊള്ളട്ടെ. അപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്ന വാതിൽ പോലെ, ആകാശം പോലെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക. നല്ല യാത്ര നേരുന്നു.